यशोदानन्दना गजजनरञ्जना यशोदनन्दना गजजनरञ्जना यशोदनन्दना गजजनरञ्जना यशोदा तीरा यमुना तीरा बनचारी यमुना राधा माधवा जय कुंज बिहारी Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna Hare Rama Hare Krishna 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 Hare 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 Rama Rama Hare 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 Rama Hare Rama Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna Hare Rama Hare Rama Hare Krishna 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 Hare 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 Rama Hare Hare Krishna Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna
Krishna Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Srila Prabhupada ki Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutiraye He Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhatta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഒരു വർഷത്തിന് ശേഷം എല്ലാ ഭക്തജനങ്ങളെയും കാണുന്നതിൽ അതീവ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ചില ഭക്തരൊക്കെ വർഷങ്ങളായി പരിചയമുള്ളവരാണ്, ഒരുപാട് കാലങ്ങളായി പരിചയമുള്ളവരാണ്. അവരുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായ ഉയർച്ചയും അവര് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അത്തരം സന്മനസ്സുകളെ കാണുന്നത് വലിയ സന്തോഷമാണ്.
ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ വിഷയം ഇന്നും നാളെയും ചർച്ച ചെയ്യുന്നത് കുടുംബാംഗങ്ങളെ കുറിച്ചാണ്. ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, ഒരു മാർഗനിർദ്ദേശം തരുന്ന ഒരാൾ. ഈ ഒരു വിഷയം എടുക്കാൻ കാരണം ഒരു ശോകമായ ഒരു കാരണമാണ്. എങ്ങനെയാണോ രാമായണം ഉത്ഭവിച്ചത്, രാമായണം എതിലിരുന്നാണ് ഉത്ഭവിച്ചത് ആർക്കെങ്കിലും അറിയാമോ? ഒരു ശാപത്തിലിരുന്നാണ് രാമായണം ഉത്ഭവിച്ചത്. രാമായണത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഒരു ശാപമായിരുന്നു. ഒരു കാട്ടാളൻ മരത്തിലുള്ള ഒരു പക്ഷിയെ ക്രൗച്ച പക്ഷി എന്ന് പറയും. ക്രൗച്ച പക്ഷി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലവ് ബേർഡ്സ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ലവ് ബേർഡ്സ് അല്ല. ക്രൗച്ച പക്ഷികൾ എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും ഇണയായിട്ട് പേറായിട്ടേ കാണുള്ളൂ. അതിൽ ഒന്ന് ചത്തു വീണാൽ മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം രണ്ടാമത്തെ പക്ഷിയും വീഴും. അത് ജീവിച്ചിരിക്കില്ല. സോ ആ പക്ഷികളെ ക്രൗച്ച പക്ഷികൾ എന്ന് പറയും. ഒരു കാട്ടാളൻ വളരെ ദയദാക്ഷിണ്യമില്ലാതെ ഈ ക്രൗച്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയിട്ട് രണ്ടാമത്തെ പക്ഷി അങ്ങനെ പെടഞ്ഞ് താഴോട്ട് വീഴുന്നത് കണ്ട് രസിച്ചു നിൽക്കുകയായിരുന്നു. ഇത് വാൽമീകി മഹർഷി കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. ഇത്രയും ക്രൂരത ഈ വ്യക്തിക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് ആ വേടനെ ശപിക്കുകയാണ്. മാനിഷാധ പ്രതിഷ്ഠാന്ത്വ മഗമ ശാശ്വതീ സമാഹ യക്രൗച്ച മിഥുനാതേകം മാവതീ കാമമോഹിതം. സ്നേഹത്തോട് ഇണചേരുന്ന രണ്ട് പക്ഷികളെ ഇങ്ങനെ ക്രൂരതയിൽ കൊന്നു. നിനക്ക് ഈ ജന്മത്തിലും ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. അടുത്ത ജന്മത്തിലും നിനക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവുകയില്ല എന്ന വേടൻ ആ പക്ഷിയെ ശപിക്കുകയാണ്. വാൽമീകി ആ വേടനെ ശപിക്കുകയാണ്. ശപിച്ചതിന് ശേഷം വാൽമീകിക്കും മനസ്സമാധാനമില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരാളോട് തർക്കിച്ചു, വഴക്കുണ്ടാക്കി, നമ്മുടെ വശത്താണ് ന്യായം, ശരി. നമ്മൾ വഴക്കുണ്ടാക്കി, വാക്കുതർക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാക്കുതർക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ജയിക്കുകയും ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കുമില്ല. എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. നമ്മുടെ വശത്താണ് ശരി. ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഹരമാണ്, അല്ലെങ്കിൽ ഒരു വിഷമാണ്. അത് ശരിയായ ഉള്ളവനെയും ദ്രോഹിക്കും, തെറ്റ് ചെയ്തവനെയും, രണ്ടുപേരെയും ദ്രോഹിക്കും. ഏത്? ദേഷ്യം. നമുക്കാർക്കും ഇല്ലാത്ത. ഭഗവത്ഗീതയിൽ 10-12 ശ്ലോകത്തിൽ ദേഷ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ വാൽമീകി മഹർഷി ചെയ്തത് ഒരു ശരിയായ കാര്യമാണ്. ആ വേടനെ ശപിച്ചു. പക്ഷെ ശാപത്തിന് ശേഷം അദ്ദേഹത്തിന് യാതൊരു മനസ്സമാധാനവും ഇല്ലായിരുന്നു. ഉടനെ അദ്ദേഹം തന്റെ ഗുരുനാഥനെ നാരദ മഹർഷിയെ ശപിച്ചു. നാരദ മഹർഷി ആ ശാപത്തിലിരുന്ന് ഉദ്ധരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് രാമായണത്തിന്റെ തുടക്കം ഒരു ശാപമാണ്. ഫസ്റ്റ് ശ്ലോകം ഒരു ശാപം. ആ ശ്ലോകത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ശ്ലോകം. ശ്ലോകം എന്ന പദം എവിടെന്നാ വന്നത്? ശോകം എന്നുള്ളതിന്നാ വന്നത്. ശരി. ഭഗവത്ഗീത ഉത്ഭവിച്ചത് എവിടെയാണ്?
എവിടെയാണ് ഭഗവത്ഗീത? ഇതുപോലെ AC ഹാളിൽ ഇരുന്ന രണ്ടുപേരും സംസാരിച്ചു. അർജുനൻ ക്വസ്റ്റ്യൻ ചെയ്തു, കൃഷ്ണ ഭഗവാൻ മറുപടി പറഞ്ഞിട്ട് എവിടെയാണ്? യുദ്ധഭൂമിയിലാണ്. അപ്പോ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ശോകം എന്താണെന്ന് വെച്ചാല്, ഭാരത സംസ്കാരത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ശൈലി കൂടുതൽ സ്വാധീനിക്കുകയും കുടുംബങ്ങളെല്ലാം പിരിയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കുടുംബങ്ങളെല്ലാം, അതായത് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. ഇപ്പോ ഒരുമിച്ച് കൂടിയാൽ ഭൂകമ്പം ഉണ്ടാകും. ആ ഇമ്പമൊക്കെ പോയി പിരിയുന്നുണ്ട്. ആ പിരിയുന്നത് സ്വാഭാവികമാണ് എന്ന ധാരണയും ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഡിവോഴ്സ് അവിടെ പിരിഞ്ഞു, അത് ഓക്കെ ആണ്. പക്ഷേ ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ ആത്മീക ഒരു ഊർജം, ആത്മീക ശക്തി ഇല്ലെങ്കിൽ മാനസികമായ സന്തുലനം നഷ്ടപ്പെട്ട് ഏകദേശം ഒറ്റയ്ക്ക് കഴിയുന്നവരെല്ലാം ഒരു 70-80% മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേര് ഇത് അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. പക്ഷെ സത്യാവസ്ഥ അതാണ്. നമുക്ക് ചിരിക്കാനും പങ്കുവെക്കാനും ഒരു കൂടെ ആൾക്കാർ വേണം. സന്യാസിമാർക്കും ആത്മസംയമനം, ആത്മനിയന്ത്രണമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ജീവിതം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം കൂടെ ആള് വേണം. ഏകാത്മ നിരഞ്ജൻ ദുയി സുഖി. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് നിരഞ്ജൻ, അതായത് ആത്മാരാമൻ, ഉള്ളുകൊണ്ട് തൃപ്തിയുള്ളവന് മാത്രമേ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സുഖം ആവശ്യപ്പെടുന്നവർക്കൊക്കെ കൂടെ ഇനി ഒരാള് വേണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? സമ്മതിക്കുന്നുണ്ടോ? ഇവിടെ 200ഓളം ആൾക്കാർ കൂടിയിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ആരും വേണ്ട, ഒരു ജീവിത യാത്ര ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടും എന്ന കോൺഫിഡൻസ് എത്ര പേർക്കുണ്ട്? ആർക്കും ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാല് വളരെ ഇതെല്ലാം നമ്മുടെ ഭാഗവതത്തിലും ഗീതയിലും വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ഫാമിലി, റിലേഷൻഷിപ്പ്, നമ്മളെ മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കള്, ഇതെല്ലാം ആവശ്യമാണ്. സുഹൃത്തിന് ഇത് കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാ. 4 ലെവലാണ് സുഹൃത്തുക്കൾ. ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. 4 എണ്ണമുണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ 4 എണ്ണമുണ്ട്. ബന്ധു, മിത്ര, അടുത്തത് സഖ, 4ാമത്തത് സുഹൃത്ത്. ബന്ധു എന്ന് പറയുന്ന ജന്തു കല്യാണത്തിൽ കാണുന്ന ഒരാളാണ്. നമ്മള് കല്യാണ വീട്ടിലും പൊതുസ്ഥലങ്ങളിലൊക്കെ കാണൂലേ, അതാണ് ബന്ധു. കണ്ട പിന്നെ എങ്ങനെയാണ്, സുഖമാണോ, അയ്യോ കണ്ടിട്ട് ഒരുപാട് ദിവസം മെലിഞ്ഞു പോയില്ല, നമ്മൾ അവരുടെ മനസ്സിലില്ല, അവരും നമ്മുടെ മനസ്സിലില്ല. ഒരു അഭിനയം, അത്രയേ ഉള്ളൂ. ആ കല്യാണത്തിൽ ഇരിക്കുന്ന ഒരു അരമണിക്കൂർ ഒരു അഭിനയം. നമ്മൾ എങ്ങനെയാണോ കല്യാണത്തിന് ആ പ്രോപ്പർ ഡ്രസ്സ് ഇടുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും, ഇന്ന കളർ ഡ്രസ്സ്, ഇതാണ് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളും തലയ്ക്കകത്ത് എന്ത് ചെയ്യും, ചിരി മോഡ് ഓൺ ചെയ്യും. അവിടെ നിന്ന് ചിരിച്ചോണ്ടേ, ആ വന്ന ആൾ ആരെന്ന് പോലും അറിയില്ല. പക്ഷെ അത്രയ്ക്കും ഒരു ആത്മബന്ധമുള്ളതുപോലെ അവരെടുത്ത് നമ്മൾ സംസാരിക്കും. പിന്നെ ചോദിക്കും അത് ആരായിരുന്നു, കൂടെ ഉള്ള ആൾ പറയും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അത് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? എല്ലാവർക്കും. ഇതാ ബന്ധുജനം. വെറുതെ ഒരു ആൾക്കൂട്ടം എന്നല്ലാതെ അതിൽ കവിഞ്ഞ് അതിലൊന്നുമില്ല.
അതിൽ ഒരു പടി ഉയരുന്നതാണ് മിത്ര. ബന്ധു കഴിഞ്ഞാൽ അടുത്ത ലെവൽ മിത്ര. ആരാ മിത്രൻ? ശരിക്കും ഹൃദയം കൊണ്ട് ഞാൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ മിത്രൻ. കൗശിക രാജാവ് വിശ്വാമിത്രനായി മാറി. ഇല്ലേ, കേട്ടിട്ടില്ലേ പുരാണങ്ങളില്? വിശ്വാമിത്രന്റെ പഴയ പേരെന്താ? കൗശികൻ രാജാവ്. കൗശികൻ വിശ്വാമിത്രനായി മാറി. ലോകത്തിലെല്ലാവരും നന്നായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ നന്നായിരിക്കണം എന്ന് 100% ആഗ്രഹിക്കുന്ന മിത്രങ്ങൾ നമുക്കുണ്ടോ? ഫാമിലി മെമ്പേഴ്സിനെ പറയരുത്, അതിൽ കാര്യമില്ല. കാരണം അമ്മ എപ്പോഴും കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കും, അച്ഛൻ തന്റെ മക്കൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കും. അത് വേറെ. ഇതിൽ കവിഞ്ഞ്, ഇത് കടന്ന് അങ്ങനത്തെ മിത്രം എത്ര പേർക്കുണ്ട്? ഞാൻ ശരിക്കും നന്നായിരിക്കുന്നതിൽ ഇനി ഒരാൾക്ക് സന്തോഷമുണ്ട്. 2, 3, 4, കുറച്ച് പേര്. എത്ര പേർക്ക് ഉറപ്പാണ്? എനിക്ക് ആരുമില്ല. ചില കയ്യൊക്കെ ഉയർന്നു. അത് മിത്രം. ചിലപ്പോ അങ്ങനത്തെ മിത്രവും ഉണ്ടായിരിക്കും. അതിന്റെ അടുത്ത സ്റ്റേജ് ഏതാണ്? 3ാമത്തെ സ്റ്റേജ്. ബന്ധു, മിത്ര, പിന്നെ സഖാ. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന. ഗീതയിൽ കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറയുന്നു, ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. അർജുന, ബന്ധുക്കളിൽ ഭക്തരിൽ വെച്ച് നീ എന്റെ സഖാവായത് കൊണ്ട് ഞാൻ ഈ രഹസ്യം പറഞ്ഞു തരാം. അർജുനനെ വിളിച്ച പദമാണ് സഖാവ്. അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മോട്ടിച്ചോണ്ട് പോയി. ആ വാക്കിനെ അവരങ്ങ് കൊണ്ടുപോയി സഖാവ്. പക്ഷേ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചതാണ്. തോളോട് നീ ഒന്നും വിഷമിക്കേണ്ട, ഞാനുണ്ട്. എനിക്കൊരു പൈസക്ക് ബുദ്ധിമുട്ട്, വിശ്വസിച്ച് അയാളെ വിളിക്കാം. ഒരാവശ്യമുണ്ട്, അയാളുടെ വാതിലിൽ തട്ടിയാൽ അയാൾ കൂടെ നിൽക്കും. അങ്ങനെ ഉറപ്പുള്ള, ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കില്ല സഖാവ്. എന്റെ കൂടെ എന്റെ ജീവിത ആവശ്യത്തിന് തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്ന ഉറപ്പ് സഖാവ്. എല്ലാത്തിനും കൂടെ നിൽക്കും. അങ്ങനത്തെ ഫ്രണ്ട് എത്ര പേർക്കുണ്ട്? 3ാമത്തെ സ്റ്റേജ് സഖാവ്. 1, 2, 4, 5 പേരുണ്ട്. അടുത്തത് ഏതാ? ലാസ്റ്റ് സുഹൃത്ത്. സുഹൃത്ത്, സഹോദരൻ. ഒരു ഉദരത്തിനെ പങ്കുവെച്ച 2 പേര് സഹോദരൻ, സഹോദരൻ. ഒരു ഹൃദയത്തിനെ പങ്കുവെക്കുന്നവരാണ് സുഹൃത്ത്. ഇപ്പോ ഒരച്ഛനുണ്ട്. അച്ഛന്റെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛന്റെ ഒരു വയസ്സോ 2 വയസ്സുള്ള കുഞ്ഞ് കിണറ്റിൽ വീണു. അച്ഛന് നീന്താൻ അറിയില്ല. ആ അച്ഛൻ എന്ത് ചെയ്യും? കിണറ്റിന്റെ സൈഡിൽ നിൽക്കാണ്. എന്ത് ചെയ്യും? നീന്താൻ അറിയില്ല. എന്ത് ചെയ്യും? കുഞ്ഞു വീണു. അച്ഛൻ എന്ത് ചെയ്യും? ചാടും. അയാൾക്ക് നീന്താൻ അറിയില്ല. എന്നാലും അയാള് അപ്പൊ വേറെ ഒന്നും ചിന്തിക്കില്ല. എന്റെ ജീവൻ നശിച്ചാലും ഏതാ വലുത്? എന്റെ കുഞ്ഞാണ് എനിക്ക് വലുത്. അതാണ് സുഹൃത്ത്, ഒരു ഹൃദയം പങ്കുവെച്ചവർ. ഭാര്യ കിണറ്റി വീണ ഭർത്താവ് ചാടോ? നീ എന്തിനാ ചിരിക്കുന്നത്? ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന മോള്? 3rd സ്റ്റാൻഡേർഡ്. മനസ്സിലായില്ലേ? ഭർത്താവ് ചാടില്ല അല്ലേ? സുഹൃത്ത്, ഹൃദയത്തിനെ പങ്കുവെച്ചവർ. ഞാൻ നശിച്ചാലും എന്റെ സുഹൃത്ത് നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നവർ. നിനക്ക് ജോലിയില്ല അല്ലേ? ശരി, ഞാൻ എന്റെ ജോലി തരാം. അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ജീവിതം വളരെ വളരെ ഒരു എന്താ പറയാ, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നത് പോലെ ആവുകയും, അത് ഒരുപാട് പേര് അങ്ങനെയുണ്ട്. രാത്രി ചെന്ന് കിടന്നാൽ അവര് ആമ അതിന്റെ കൂട്ടിനകത്ത് വലിയുന്നത് പോലെ അവർ ഒറ്റയ്ക്ക് ആവുകയാണ്. ആ ഒരു പ്രത്യേക സമയമുണ്ട്. കിടക്കയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളി അടുത്തുണ്ടാവും, കുഞ്ഞുങ്ങൾ അടുത്തുണ്ടാവും, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ കാണും. എന്നിരുന്നാലും ആമ കൂട്ടിനകത്ത് വലിയുന്നത് പോലെ അവർ ഒറ്റപ്പെടുന്ന ഒരു സമയം.
മനസ്സ് ഒരു പാത്രമായി മാറുകയാണ്. ഈ പാത്രം നിറഞ്ഞാലേ ഉറക്കം വരൂ. കിടന്നാൽ അരമണിക്കൂർ 15-20 മിനിറ്റ് ഉറക്കം വരാതെ ചുറ്റി നടന്ന് ബെഡിൽ ഒരു 365 ഡിഗ്രി വട്ടമൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഉറങ്ങുന്നവർ, പിന്നെ വെള്ളമൊക്കെ കുടിച്ച് തലയൊക്കെ, പിന്നെ ഫോൺ എടുത്ത് ഒരു 10-15 മിനിറ്റ് കറക്കും, എന്നിട്ട് ഉറങ്ങുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ല. എന്നാ നാളെ ക്ലാസ് ക്യാൻസൽ, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇത്രയും ചെയ്തിട്ട് എന്നാലേ ഉറക്കം വരുള്ളൂ. ആ അവസ്ഥ ഉള്ളവർ എത്ര പേരുണ്ട്? കറക്റ്റ് എല്ലാ കൈയും ഇല്ലേ? ശരി, കിടന്ന അടുത്ത സെക്കൻഡ് ഉറക്കം വരുന്ന ഭാഗ്യവാൻ ആണോ? അതെ, ഉറങ്ങണ പോലെ അഭിനയിക്കുക, അല്ലെങ്കിൽ കഥ മുഴുവൻ കേൾക്കേണ്ടി വരില്ല. ഹരേ കൃഷ്ണ പറഞ്ഞ് ഉറക്കം വരും. പ്രഭു വേണം എല്ലാവർക്കും ക്ലാസ്. കാരണം ഈ പാത്രം, മനസ്സാകുന്ന പാത്രം നിറഞ്ഞാൽ മാത്രമേ ഉറക്കം വരുള്ളൂ. ആത്മസംതൃപ്തി വന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ. ഇത് പലർക്കും ഉറക്കം വരാറില്ല. ചിലപ്പം ഈ ഹരേ കൃഷ്ണയിൽ വന്ന് ജപമൊക്കെ തുടങ്ങിയവർക്ക് അത് ഈസി ആയിരിക്കും. അല്ലാത്തവർക്ക് എവിടെയോ ഒരു ആത്മതൃപ്തി ഇല്ല. അത് ആ പാത്രം നിറയാത്തത് കൊണ്ട് അവര് സമയത്തിനെ ഉന്തി തള്ളി. ഇന്ന് കാലത്ത് പലരും ഫോണിനെ ആശ്രയിക്കും. അതിലുള്ള ചവറ് മുഴുവനും ഇരുന്ന് സിനിമാ നടിയുടെ വീട്ടിൽ പട്ടി പ്രസവിച്ചെല്ലാം ഇരുന്ന് കണ്ട് ആ സമയത്തിനെ ഉന്തി തള്ളി. ചിലര് മദ്യപാനത്തിനെ ആശ്രയിക്കുന്നു, ചിലര് ഫോണിനെ ആശ്രയിക്കുന്നു, ചിലര് ചില ദുശ്ശീലങ്ങളെ ആശ്രയിക്കുന്നു. അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് 70%, അതിലും പ്രത്യേകിച്ച് യുവാക്കളാണ് ഈ തെറ്റ് ചെയ്യുന്നത്. അവർക്ക് ഉറക്കാൻ ആ പാത്രം നിറയുന്നില്ല. അപ്പൊ ഫാമിലി ഉണ്ടെങ്കിലും ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ അവൻ ഒരു ഏകനായ ആ ഒരു സമയത്തിലേക്ക് വരികയാണ്. ഉപനിഷത്ത് എന്താ പറയുന്നത് വെച്ചാൽ, നീ നിന്റെ രാത്രിയെ സൂക്ഷിച്ചാൽ ദൈവം നിന്റെ പകലിനെ രക്ഷിക്കും. അതിമനോഹരമായ ഒരു ശ്ലോകമാണ് ഉപനിഷത്ത്. എന്താ പറയുന്നത്? നീ നിന്റെ രാത്രിയെ സൂക്ഷിച്ചാൽ ദൈവം നിന്റെ പകലിനെ സംരക്ഷിക്കും. ഈ വേണ്ടാത്ത തെറ്റൊക്കെ ചെയ്യാൻ എപ്പോഴാ തോന്നുന്നത്? രാത്രിയാണോ പകലാണ്? നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് പല ദുശ്ശീലങ്ങൾ. ഹസ്ബൻഡിന്റെ കൂടെ വഴക്കിട്ടാണെങ്കിൽ ഇയാളുടെ തലയിൽ ഒരു കല്ലിട്ടാലോ, അങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, ചിരിക്കണ്ട, ഇത് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും കൈ ഉയർത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ചിന്തിക്കും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ഒന്ന് വേദനിച്ച് കാണാൻ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം ഒന്ന് ചത്തിരുന്നെങ്കിൽ അവർ ചിലപ്പോ ഹോൾ നൈറ്റ് ആ സ്വപ്നയാത്രയിൽ പോകും. സംഭവിക്കും, ഇല്ലെന്നില്ല. അപ്പോ ഇതില് ചിലർ ആ സമയത്ത് ചില തെറ്റായ തീരുമാനമെടുക്കും. മനസ്സിന്റെ നിയന്ത്രണം ആ സമയത്ത് പോകും. അപ്പോൾ അവർ തെറ്റ് ചെയ്യുന്നു. ആദ്യത്തെ തവണ അത് ചെയ്യുമ്പോൾ തെറ്റ്, രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ അത് അവരുടെ തീരുമാനം, മൂന്നാമത്തത് ശീലം. ഉപനിഷത്ത് പറയുന്നു, ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ മിസ്റ്റേക്ക്, സെക്കൻഡ് ടൈം ഇറ്റ് ഇസ് എ ചോയ്സ്. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യാം. മൂന്നാമത്തെ പ്രാവശ്യം അത് എന്തായി മാറി? ശീലമായി. പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ സമൂഹം ഒരു ചീത്ത സ്ഥിതിയിലേക്ക് പോകുന്നത്. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് 3 പേര് ജീവിതത്തിൽ ആവശ്യമാണ്. നല്ല ഒരു സുഹൃത്ത്, ബന്ധുവല്ല, മിത്ര ഓക്കെ, സഖാവോ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. രണ്ടാമത്തത് നല്ല ഒരു ജീവിത പങ്കാളി. അത് നമ്മുടെ കയ്യിലില്ല. നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിച്ച് എടുക്കാം. പക്ഷെ അത് എങ്ങനെയെന്ന് വെച്ചാൽ 2 വിഷയത്തിനെ അതിനെ ഉദാഹരണമായി പറയുന്നത്. അതിൽ ഒന്ന് കയർ. ഇന്ന് മാക്സിമം ഫാമിലീസിൽ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കയർ. ഈ കയറിൽ നോട്ടിടൂല്ലേ, കെട്ടിടും ഇല്ലേ? ഈ കെട്ടിട്ടതാരാണ്? കയറിൽ കെട്ടിട്ടതാരാണ്? നമ്മൾ തന്നെ. എന്റെ കയ്യിൽ ഒരു കയറുണ്ട്. ഈ കയറിൽ കെട്ടിട്ടതാരാണ്? ഞാൻ തന്നെയാണ്. കെട്ടിട്ടിട്ട്
ഒരു സൈഡ് ഭർത്താവ്, ഇനിയൊരു സൈഡ് ഭാര്യ. ഇപ്പൊ ഇവർക്ക് കെട്ടഴിക്കണം. എങ്ങനെ അയക്കുക? രണ്ടുപേരും പിടിച്ച് വലിക്കും. കെട്ടഴിഞ്ഞു വരുമോ? ഇല്ല. ഇവർ എത്രയ്ക്ക് പിടിച്ച് വലിക്കുന്നോ അത്രയ്ക്കും ഈ കെട്ട് മുറുകുകയുള്ളൂ. കെട്ട് ശരിയാവണമെങ്കിൽ ഒരാളെങ്കിലും ലൂസാക്കണം. ഇവർ ലൂസാക്കുവോ? നാട്ടുകാരെ ലൂസാക്കും. ഈ കെട്ട് അഴിയത്തേ. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത് 3/4 ആൾക്കാരും സജ്ജനങ്ങളായതുകൊണ്ടും ഭക്തജനങ്ങളായതുകൊണ്ടും ഇത് നിങ്ങളുടെ ഫാമിലിയിൽ അപ്ലിക്കബിൾ അല്ല. പക്ഷേ നമ്മുടെ അടുത്ത സമൂഹം, അടുത്ത തലമുറയെ ഭക്തിമാർഗത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് നമ്മളിതെല്ലാം കാണേണ്ടി വരും. ഇന്ന് ലോകത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നു. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ ആവശ്യമാണ്, നല്ല ജീവിത പങ്കാളി ആവശ്യമാണ്. അത് ഭാഗ്യമാണ്. മൂന്നാമത്തത് ആരാണ്? ഒരു മാർഗനിർദ്ദേശി. ശരിയേതാണ് തെറ്റേതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയും നമ്മുടെ ലൈഫില് വളരെ അത്യാവശ്യം. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ